മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് കാര്യമാണ്. തമിഴ്നാട്ടില് DMKയും കോൺഗ്രസും ചേർന്നിട്ടാണ് അവിടെ 3-4 സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിച്ചത്. ജയലളിതയ്ക്കെതിരെ DMK അലയൻസിന്റെ കൂട്ടത്തിലാണ് മുസ്ലിം ലീഗ് ഇലക്ഷൻ മത്സരിച്ച് ഒരു സീറ്റ് കിട്ടുകയും ചെയ്തു. കേരളത്തിലെ മുസ്ലിം ലീഗ് UDFന്റെ കൂടെയാണ് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ്, തമിഴ്നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് ജയലളിത മുഖ്യമന്ത്രി ആയതിൻ്റെ അടുത്ത ദിവസം 5 പേരടങ്ങുന്ന മുസ്ലിം ജനപ്രതിനിധികൾ, മുസ്ലിം പ്രതിനിധികൾ, MLA-മാരൊന്നുമല്ല, മദ്രസയിലെയും പള്ളിയിലെയും ആൾക്കാർ ജയലളിതയോട് ചെന്ന് അപേക്ഷിച്ചു, ഈ റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള അരി ഗവൺമെന്റ് തരണമെന്ന്. അരമണിക്കൂർ കൊണ്ട് 6600 മദ്രസകളിലേക്കും മുസ്ലിം പള്ളിയിലേക്കും റംസാൻ നോമ്പ് തുറക്കാനുള്ള അരി ഗവൺമെന്റ് ഫ്രീ ആയിട്ട്, ഒരു പൈസ പോലും മേടിക്കാതെ ഗവൺമെന്റ് കൊടുത്തു. മുസ്ലിങ്ങൾ എന്ത് ഭംഗിയായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നു എന്നുള്ളത് ഒന്ന് പരിശോധിക്കാം. അതേപോലെ തിരുനെൽവേലിയിലും മധുരയിലും ശരിക്ക് കൊലപാതകം നടത്തി മതപരിവർത്തനം നടത്തിയ ഒരു സുവിശേഷ പ്രവർത്തകനുണ്ടായിരുന്നു. ഒരു സുവിശേഷ പ്രവർത്തകൻ അച്ഛനായിട്ടുണ്ടായിരുന്നു. അയാളുടെ 100ാം ജന്മവാർഷികം ഹോളിഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്യിപ്പിച്ചു ക്രിസ്ത്യാനികൾ. അപ്പൊ ആ ക്രിസ്ത്യാനികൾ അവരുടെ കാര്യം നോക്കാൻ ആരുടെ കൂട്ടത്തിൽ നിന്നാലും അവർക്കറിയാം, മുസ്ലിങ്ങൾ ഏത് വ്യക്തിയെ കണ്ടിട്ടും അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. ഇനി കേരളത്തിൽ നോക്കാം. മിനിഞ്ഞാന്ന് പിണറായി വിജയനെ കണ്ട് മുസ്ലിം ജനതയുടെ പ്രതിനിധികളായിട്ട് കുറെ പേര് വന്ന് മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളെ എണ്ണി എണ്ണി പിണറായി വിജയന്റെ കയ്യിൽ കൊടുത്ത് ഇതിന് പരിഹാരം കാണണമെന്നും മുസ്ലിങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞിട്ട് പോയി. എല്ലാവർക്കും അറിയാം മുസ്ലിങ്ങൾ ആർക്ക് വേണ്ടിയാ വോട്ട് ചെയ്തത്, ആരെയാ ജയിപ്പിച്ചത്, എങ്ങനെയാണ് UDFല് രണ്ടാമത്തെ വലിയ കക്ഷിയായിട്ട് മുസ്ലിം ലീഗ് തീർന്നത്. കോൺഗ്രസിൽ തന്നെ 1/3 ഭാഗത്തേക്കാൾ കൂടുതൽ മുസ്ലിങ്ങളാണ് കാൻഡിഡേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും വളരെ ഭംഗിയായിട്ട് ടാക്ടിക്സോടുകൂടി മുഖ്യമന്ത്രിയായി അധികാരമേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവർ പിണറായി വിജയനെ കണ്ട് അവരുടെ മതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് ഉറപ്പാക്കി. അത്ഭുതകരമായ കാര്യം, പിണറായി വിജയൻ ചാർജ് എടുത്ത് AKG സെന്ററിൽ വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ കർദിനാൾമാരും ബിഷപ്പുമാരും അച്ഛന്മാരും AKG സെന്ററിൽ ക്യൂ നിൽക്കായിരുന്നു. അത്ഭുതകരമായിട്ടുള്ളത്, ഇവരെല്ലാവരും UDFന് വേണ്ടി വോട്ട് ചെയ്തവരാണെന്ന് മറക്കാനും പാടില്ല. പിന്നെ അവരുടെ മതത്തിലുള്ളവരെ LDFൽ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ജയിപ്പിക്കാൻ വേണ്ടത് ചെയ്തിട്ടുമുണ്ട്. ആന്റണി രാജുവിനെയൊക്കെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഇടതുപക്ഷമായിട്ട് പോലും വോട്ട് കൊടുത്തത്. അങ്ങനെ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികൾ പരമാവധി ചെയ്യുമ്പോഴും UDFനെ ജയിപ്പിക്കാൻ വേണ്ടി എല്ലാം ചെയ്തു. മുസ്ലിങ്ങള് മുസ്ലിം ലീഗിനെ ജയിക്കുമെന്ന് ഉറപ്പുള്ള മുസ്ലിം ലീഗിനെയും ജയിപ്പിച്ചപ്പോഴും അവരുടെ മതത്തിന് വേണ്ടി ചെയ്തു. അല്ലാത്തവർ അധികാരത്തിൽ വരുമ്പോൾ കറക്റ്റായിട്ട് നേടേണ്ടത് നേടാൻ വേണ്ടിയിട്ടെല്ലാം ചെയ്തു. ഞാൻ നേരിട്ട് കണ്ടില്ലെങ്കിലും എൻ്റെ കൂട്ടത്തിലുള്ള 1-2 പേര് പറയുന്നത് കേട്ടത്, പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് മുമ്പിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ആ വേദിയിൽ 10-30,000 പേരുണ്ടായിരുന്ന വേദിയിൽ ഫ്രണ്ടിൽ മുഴുവനും മുസ്ലിം മത നേതാക്കന്മാരും ക്രിസ്ത്യൻ മത നേതാക്കന്മാരുമാണ് ധാരാളം ഉണ്ടായിരുന്നത്. ഹിന്ദുക്കളുടെ ആരെയും കണ്ടില്ല എന്ന് പറയുകയുണ്ടായി. അപ്പൊ ശരിക്ക് ഒരു വശത്ത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അടിച്ചമർത്തുകയും ചെയ്യുന്ന വിധത്തിലുള്ള പെരുമാറ്റവും
അവരുടെ പാർട്ടിക്കാർക്ക് ഏത് വിഭാഗത്തിലാണെങ്കിലും സപ്പോർട്ട് ചെയ്യുകയും പക്ഷെ നേടേണ്ടത് മിനിറ്റുകൾ കൊണ്ട് നേടാൻ വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്യുന്നൊരു കാഴ്ച ഹൈന്ദവ ജനതയിൽ NSS ഉണ്ട്. ഈ കിലുക്കം എന്ന സിനിമയില് ഇന്നസെന്റിന് ലോട്ടറി കിട്ടി, കിലുക്കമാണെന്ന് തോന്നുന്നു. ലോട്ടറി കിട്ടിയപ്പോൾ ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഒന്ന് ചിരിക്കുന്ന മാതിരി, ബോധം കേട്ട ഇന്നസെന്റ് ചിരിക്കുന്ന മാതിരി നമ്മുടെ G. സുകുമാരൻ നായർ ഓഫീസിൽ വന്നതിന് ശേഷം ഭാഗികമായിട്ടുള്ള സമയം ടോയ്ലറ്റിലും ഭാഗികമായിട്ടുള്ള സമയം ഓഫീസിലും ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമദൂരം ശരിദൂരം സമദൂരം ശരിദൂരം, ചെറുപ്പത്തിൽ ഈ ഭൂതപ്രേത പിശാചുക്കൾ ഉണ്ടെന്ന് പഠിപ്പിച്ച മാതിരി G. സുകുമാരൻ നായരെ നാരായണ പണിക്കർ പഠിപ്പിച്ചതാണ് സമദൂരം ശരിദൂരം സമദൂരം ശരിദൂരം എന്ന അല്പം മാനസിക രോഗമുള്ളവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെയുള്ള വാക്കുകൾ. അതല്ലാതെ NSSന് വേണ്ടി എന്തെങ്കിലും ഗവൺമെന്റിൽ നിന്ന് മേടിക്കണമെന്നോ അല്ലെങ്കിൽ പുലയ മഹാസഭയ്ക്കോ മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവ സംഘടനകൾക്കോ മേടിക്കണമെന്നോ ഒന്നും നോക്കാതെ, അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്ക് ഞങ്ങളാണ് പിണറായി വിജയനെ ജയിപ്പിക്കുക എന്ന് പറയും, ഇടയ്ക്ക് ഞങ്ങൾ ഇടത്തോട്ടുമില്ല വലത്തോട്ടുമില്ല നേരെ മാത്രമേ ഉള്ളൂ എന്ന് പറയും. ഇപ്പൊ അദ്ദേഹം എന്താ പറയുന്നത്? Z കാറ്റഗറിയോ Y കാറ്റഗറിയോ സെക്യൂരിറ്റി കിട്ടിയതിന് ശേഷം എന്താ അദ്ദേഹം പറയുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാത്തൊരവസ്ഥയിൽ SNDPക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് നേടാൻ വേണ്ടത് ചെയ്യുമെന്ന്, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പോലും വേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ ഹിന്ദു സംഘടനകൾ, ക്ഷേത്ര സംരക്ഷണ സമിതി ആയാലും ഓരോ വിഭാഗത്തിൽപ്പെട്ട സംഘടനയായാലും എങ്ങനെയാണോ പിണറായി വിജയൻ മോഡിയെ ചെന്ന് കണ്ട് അവനവന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചത്, ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ആയിരുന്നവരെ പോലെയാണ് ശ്രീ O. രാജഗോപാലിനെ പിണറായി വിജയൻ ചെന്ന് സ്വീകരിച്ചതും കണ്ടതും AKG സെന്ററിൽ സംസാരിച്ചതും നിയമസഭയിൽ സംസാരിച്ചതും എല്ലാം. അവനവന്റെ കാര്യം നോക്കാൻ എല്ലാവർക്കും അറിയാം, വളരെ ഭംഗിയായിട്ട് അറിയാം. അങ്ങനെ അറിയാവുന്നതുപോലെ ഹിന്ദുക്കള് അവരവരുടെ കാര്യം നോക്കാൻ, ഓരോ അമ്പല കമ്മിറ്റിയും അമ്പലത്തിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യാനും, ഓരോ ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകള്, ഹൈന്ദവ സംഘടനകള് ക്രിസ്ത്യൻ സംഘടനകളെയും മുസ്ലിം സംഘടനകളെയും പോലെ അവരവരുടെ കാര്യങ്ങൾ നേടാനും വേണ്ടത് ചെയ്തില്ല എങ്കിൽ ഈ സമൂഹത്തിൽ 100% ഒറ്റപ്പെടുകയും പിന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, തരില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യാം. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തൃശ്ശൂരില് ഒരു ബ്രഹ്മസ്വം മഠത്തിന് 1 കോടി രൂപ വേദം പഠിപ്പിക്കാനായിട്ട് അലോട്ട് ചെയ്തു. ആ പേപ്പർ അവരുടെ കയ്യിലുണ്ട്. തൃശ്ശൂർ തെക്കേമഠ ബ്രഹ്മസ്വം മഠത്തില് 1 കോടി രൂപ അലോട്ട് ചെയ്തു. നിർഭാഗ്യവശാൽ ഇന്നും അത് സാങ്ഷൻ ചെയ്തിട്ടില്ല. അവർ പലരെയും ചെന്ന് കണ്ടു എങ്കിലും ഗവൺമെന്റ് കൊടുക്കാനുള്ള സാങ്ഷൻ കൊടുത്തു, പക്ഷെ ഇവർക്ക് കിട്ടിയിട്ടുമില്ല. അപ്പൊ ഇങ്ങനെ ധാരാളം സാങ്ഷൻ ചെയ്തതും അല്ലാത്തതും ഒക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തില് അർഹതപ്പെട്ടതിൽ കുറച്ചെങ്കിലും മേടിക്കാൻ എല്ലാ ഹൈന്ദവ സംഘടനകളും മുമ്പോട്ട് വരട്ടെ. എതിർക്കേണ്ട സ്ഥാനത്ത് എതിർക്കുകയും പ്രതിരോധിക്കേണ്ട സ്ഥാനത്ത് പ്രതിരോധിക്കുകയും, പിണറായി വിജയൻ CPMന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, ശ്രീ മോഡി BJPക്കാരുടെ മാത്രം പ്രധാനമന്ത്രിയല്ല, മോഡിയുടെ ചുറ്റും മോഡിയുടെ ഭാര്യയുടെ ചുറ്റും സുവിശേഷ പ്രവർത്തകരും ഇവിടുത്തെ യോഹന്നാനെ പോലെ 850 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ അച്ഛന്മാരും ബിഷപ്പുമാരും എല്ലാം കറങ്ങുന്നുണ്ട്. മോഡി അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് അമേരിക്കയിലെ സെനറ്റർമാരെ കൊണ്ട് ഭാരതത്തിലെ മതപരിവർത്തനം നടക്കണില്ല, ഇൻടോളറൻസ് ഉണ്ടെന്ന് വരുത്തിയത് ഇവിടുത്തെ ഈ കർദിനാളും ഇവിടുത്തെ ബിഷപ്പുമാണ്. അമേരിക്കക്കാരെ കൊണ്ട് നിരന്തരം പറയിപ്പിക്കുകയാണ്. കാരണം പല സ്ഥലത്തും മതപരിവർത്തനം ഇപ്പോൾ അവർക്ക് പറ്റണില്ല. മതപരിവർത്തനം നടത്തിയാലുള്ള പരിണിത ഫലം എന്താണെന്ന് കുറെ ആണത്തോളം ഹിന്ദുക്കൾ ഇവിടുത്തെ കള്ളന്മാരായിട്ടുള്ള സുവിശേഷകർക്ക് പറഞ്ഞു കൊടുത്തതും കാണിച്ചു കൊടുത്തതും കൊണ്ട് അത്ര എളുപ്പത്തിൽ മതപരിവർത്തനം നടക്കണില്ല. അതുകൊണ്ട് മോഡി അമേരിക്കയിലേക്ക് വരുന്നതിന് മുമ്പ് അമേരിക്കക്കാരെ കൊണ്ട് മോഡിക്കെതിരെയും ഇന്ത്യക്കെതിരെയും പറയിപ്പിക്കാൻ, ഇവിടുത്തെ ചോറ് തിന്ന് ഇവിടുത്തെ വെള്ളം കുടിച്ച ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് എന്നും അവർ ബ്രിട്ടീഷുകാരോടും ചെയ്തിരുന്നത് അങ്ങനെ തന്നെയാണ്.
എല്ലാ കാര്യത്തിലും അവർ ബ്രിട്ടീഷുകാരോട് കൂടി നിൽക്കും. സ്വാതന്ത്ര്യം കിട്ടാറാവുമ്പോൾ ഇന്ത്യക്കാരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കാര്യം നേടിയതുപോലെ മോഡിയെ മുമ്പിൽ നിന്ന് അഭിനന്ദിക്കുകയും മോഡിക്കെതിരെ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരും അവരുടെ കാര്യം എവിടെ വെച്ചിട്ടായാലും ചെയ്യുന്നുണ്ടെന്നുള്ളത് കൂടി ഓർമ്മിക്കാൻ സാധിക്കട്ടെ. ഹൈന്ദവ സംഘടനകൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, അതുകൊണ്ട് ഞങ്ങൾ പോവില്ല എന്ന ധാരണ മാറ്റി നമ്മുടെ ധർമ്മത്തിനും സ്ഥാപനങ്ങൾക്കും വേണ്ടി ലഭിക്കാനുള്ളതെല്ലാം അർഹതമായിട്ടുള്ളത് വാങ്ങിക്കാനും ഓരോ ചെറിയ വലുത് സംഘടനകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.